നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും സീനിയർ സിറ്റിസൺസിനെ സമൂഹത്തിൽ നിന്ന് പാർശ്വവൽക്കരിക്കുന്ന ഒരു രാഷ്ട്രീയ സാമൂഹ്യ സംസ്കാരം ബോധപൂർവവും കൃത്യതയോടുമായി ചില ഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്നുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പൊതുസമൂഹത്തിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നും രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ വെച്ച് പുലർത്തുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ചിലർക്കൊക്കെ എക്സംഷൻ ഉണ്ട്. ഇവിടെയാണ് സമൂഹത്തിൻ്റെ ഇടപെടൽ വേണ്ടിയിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ രാഷ്ട്രീയ അധികാരം ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് മാത്രമായിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾ സംഘടിതരായി രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ഇടപെടുകയും ചെയ്തുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഒരു വെള്ളിടി പോലെ കടന്നു വന്ന പ്രസ്ഥാനമാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ. അതിലൂടെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് കടന്നു വന്ന അനേകം പേരുണ്ട്. ഒരു നിലയിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ രാഷ്ട്രീയ അധികാരം നിയന്ത്രിക്കുവാൻ പറ്റുന്ന ആളുകളായി സമൂഹത്തിന്റെ ഏത് ഭാഗത്തുള്ള ആളുകൾക്കും വരാൻ കഴിയുമെന്നുള്ള പാത വെട്ടിത്തുറന്നത് കേരള വിദ്യാർത്ഥി യൂണിയനാണ്. ആ പാരമ്പര്യവും പശ്ചാത്തലവുമുള്ള സംഘടനാ പ്രവർത്തകരായ നേതാക്കന്മാർ, അന്നത്തെ ഉശരൻ പ്രവർത്തകന്മാർ ഒന്നിച്ചു ചേർന്നാണ് സമൂഹന പ്രസ്ഥാനത്തിന് രൂപം നൽകിയിരിക്കുന്നത്. അവർ ഒരു പുതിയ പ്രതിജ്ഞയിലും ചിന്തയിലും എത്തണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ലോകത്ത് ജപ്പാനിൽ ആളുകൾക്ക് റിട്ടയർമെന്റ് ഇല്ല. ആജീവനാന്തം പ്രവൃത്തിയെടുക്കുക എന്നുള്ളതാണ്. ഇവിടെ 55, 56, 57 വയസ്സ് കഴിയുമ്പോൾ പുറന്തള്ളുകയാണ് ആളുകളെ. പ്രവൃത്തിയെടുക്കുവാനുള്ള ആരോഗ്യവും കഴിവും കർമ്മശക്തിയും കൂടുതലായി ഉണ്ടായി വരുന്ന സമയത്താണ് സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നത്. അവരെ സമൂഹത്തിൽ എന്നും നിലനിർത്തുവാനും ആജീവനാന്തം കർമ്മനിരതമായി നിൽക്കുവാൻ കഴിയുന്ന ഒരു സമൂഹ സൃഷ്ടിക്ക് വേണ്ടി സമൂഹനത്തിൻ്റെ ഇടപെടൽ അനിവാര്യമായിരിക്കുന്നു. ആരും സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്നവരല്ല. സമൂഹത്തിൽ കൂടുതൽ കർമ്മനിരബദ്ധമായി ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുവാനും ജീവിക്കുവാനും കഴിയുന്ന അവസ്ഥ സൃഷ്ടിക്കേണ്ടവരാണ്. ജപ്പാനിലായാലും ചൈനയിലായാലും 100, 110 വയസ്സായ ആളുകൾ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് എൻ്റെ രാജ്യത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന അധിക ഉൽപ്പന്നമാണ് എന്ന വിശ്വാസം അവിടുത്തെ പൗരസമൂഹത്തിന് അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ശ്രമഫലമായി ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലും ആ ഒരു സംസ്കാര സൃഷ്ടിക്ക് വേണ്ടി ശബ്ദമുയർത്തുവാൻ സമൂഹനത്തിന് കഴിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സമൂഹനം നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും വികാരമായി, ശബ്ദമായി മാറണം എന്നുള്ളതാണ്. സീനിയർ സിറ്റിസൺസ് സമൂഹത്തിൽ ഒതുക്കപ്പെടേണ്ടവരല്ല. സീനിയർ സിറ്റിസൺസ് സമൂഹത്തിൽ ചരിത്രം സൃഷ്ടിച്ചവരാണ്, ഇനി ചരിത്രം സൃഷ്ടിക്കേണ്ടവരുമാണ്. ആ സീനിയർ സിറ്റിസൺസിന്റെ കർമ്മശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ മികവോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ സമൂഹത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞാൽ ചരിത്രപരമായി സമൂഹനം സൃഷ്ടിക്കുന്ന ആ റോൾ എന്ന് പറയുന്നത് എന്നും എക്കാലവും ശ്രദ്ധയോടെ സ്മരിക്കപ്പെടും എന്നതിൽ സംശയമില്ല. അതുപോലെ തന്നെ എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, രാഷ്ട്രീയം വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയം ഗൗരവമായി കണ്ടുകൊണ്ടാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തനം നടത്തിപ്പോരുന്നത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഇടപെട്ട് ജീവിതം നഷ്ടപ്പെട്ടവരായി അല്ലെങ്കിൽ ജീവിക്കാൻ മറന്നുപോയവരായി ചില ആളുകളെയെങ്കിലും പറഞ്ഞു കേൾക്കാറുണ്ട്. അല്ലെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനത്തിനതിൽ പ്രതിസന്ധികൾ നേരിടുന്ന നിരവധി ആളുകളുണ്ട്, കുട്ടികളുണ്ട്. അവർക്കൊരു സഹായഹസ്തവുമായി ചെല്ലുവാൻ ഒരു സ്ഥായിയായ സംവിധാനം ഉണ്ടാവണം.
തിരുവനന്തപുരത്ത് സമൂഹം അതിനൊരു മാതൃക സൃഷ്ടിക്കണമെന്നാണ് എനിക്ക് വെക്കുവാനുള്ള നിർദ്ദേശം. വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന പ്രവർത്തകർക്ക് എന്താവശ്യമുണ്ടെങ്കിലും അവർക്ക് കടന്നു വരുവാനും അവർക്കൊരു കൈ സഹായം നൽകുവാനും കഴിയുന്ന ഒരു ഫൗണ്ടേഷൻ പോലെ, ഒരു പ്രസ്ഥാനം പോലെ സമൂഹം മാറുവാൻ കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് പുത്തൻ തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകരും സമൂഹത്തിന്റെ ഭാഗമായി മാറണം. സമൂഹം എന്നും ചലിക്കുന്ന ഒരു ചലനാത്മക ദൗത്യമായി മാറണം. ഏതാവശ്യം വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടുണ്ട്. ഇപ്പോൾ ദുരിതമനുഭവിക്കുന്ന, പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി സമൂഹം ചില സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നുണ്ട്. അതിനപ്പുറമായി ഒരു കൈ സഹായിക്കുവാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരെ അവിടെ ഗ്രൂപ്പ് വൈരമോ മറ്റ് വിഭാഗീയമായ മറ്റെന്തെങ്കിലും താല്പര്യമില്ലാതെ ഏതൊരാളിനും, ഏതൊരു വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തകനും, കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകനും ഓടിച്ചെല്ലുവാനും സഹായം ചോദിക്കുവാനും സഹായം നേടുവാനും കഴിയുന്ന ഒരു അവസരമായി സമൂഹത്തെ നമുക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട്. സമൂഹം അത്തരം ഒരു ഫൗണ്ടേഷനാക്കി മാറ്റണം, അത്തരം ഒരു പ്രസ്ഥാനമാക്കി നമുക്ക് ഇതിനെ മാറ്റണം. എന്നും ചലിക്കുന്ന, എന്നും ഇടപെടാൻ കഴിയുന്ന, എന്നും സപ്പോർട്ടീവായി പൊതുസമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് സപ്പോർട്ടീവായി നിൽക്കുന്ന ഒരു സംഘടനാ സംവിധാനമായി സമൂഹത്തെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ കഴിയും.